കൃത്യമായിട്ട് രാവിലെ എണീറ്റ് വന്നതിന് 9 മണി കഴിഞ്ഞ് കേട്ടോ. ആ വഴി അമ്മയുടെ വക നല്ല ചീത്തയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വേഗം പോയി കുളിച്ച് വന്ന് 2 ഇഡ്ഡലിയും കുറേ സാമ്പാറും എടുത്തിട്ടുള്ള ഇരിപ്പാട്ടോ ഇത്. ഈ ഓണം, വിഷു അങ്ങനെ ഏത് വിശേഷം വന്നാലും മിക്ക വീടുകളിലും ഇഡ്ഡലി അല്ലെ ദോശയായിരിക്കില്ലേ ദേശീയ ഭക്ഷണം. അപ്പോൾ അതിവിടെയും തെറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇതുമാത്രം കഴിച്ചിരുന്നാൽ പോരല്ലോ, ഇടയ്ക്ക് അടുക്കളയിലേക്ക് ഒന്ന് എത്തി നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ ദേ അടുക്കളയിലേക്ക് എത്തി നോക്കിയപ്പോൾ നമ്മുടെ അവിയൽ അടുപ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ അതൊക്കെ ഇളക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാവയ്ക്കയില്ലേ, അത് കിച്ചടി വെക്കാൻ വേണ്ടിയിട്ട് അതരിയുന്നുണ്ട്. എനിക്ക് പാവയ്ക്ക കിച്ചടി വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ ഈ കിച്ചടിയും പച്ചടിയും തമ്മിൽ എനിക്ക് എപ്പോഴും നമ്മൾ മാറിയും പോകും കേട്ടോ. അപ്പോൾ അത് കടുക് വറക്കുന്നതും അരപ്പൊഴിക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഒരാവശ്യവും ഇല്ലാണ്ട് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അതെടുത്തത്. കയ്യും പൊള്ളി. പിന്നെ പാവയ്ക്ക കിച്ചടിയല്ലേ, അറിയാലോ, ഉറപ്പായിട്ട് നല്ല കയ്പ്പുണ്ടായിരുന്നു. അതല്ലേലും അങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പപ്പടം കാച്ചിലായിരുന്നു. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേക്കും ഏകദേശം സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പ്, കാളൻ, അവിയൽ, പിന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ സാമ്പാർ, കിച്ചടി, ആ കൂടെ അച്ചാറും ഇഞ്ചിക്കറിയൊക്കെ ഇന്നലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, എന്ത്, വാഴയില. അപ്പോൾ പറമ്പിൽ ഇപ്പോൾ ആ സാധനം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. നേരത്തെ വാഴയിലയ്ക്ക് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടി വന്നു. പിന്നെ നമ്മുടെ വിളക്കത്തൊക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാനൊന്ന് ഒരുങ്ങിട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എങ്ങോട്ടും പോകാനൊന്നുമില്ല. എന്നാലും ഓണമൊക്കെ അല്ലേ, ഒന്ന് ഒരുങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ എല്ലാം വിളമ്പിയിട്ട് പിന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. ആദ്യം പരിപ്പിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അപ്പം ആ പരിപ്പും ആ നെയ്യും ആ പപ്പടവും അതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഒരു ഭയങ്കര ഫീലാട്ടോ. അതിപ്പം എത്ര കിട്ടിയാലും ഞാൻ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മുടെ സാമ്പാറാട്ടോ. എനിക്കിങ്ങനെ പരിപ്പ്, പിന്നെ കാളൻ, അല്ല, പരിപ്പ്, സാമ്പാർ, കാളൻ അങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് നമ്മുടെ സാമ്പാർ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ, നമ്മുടെ കാളൻ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത് മൂന്നും കൂട്ടി കഴിച്ചു. കറികളെല്ലാം തീർത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ പായസത്തിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ എപ്പോഴും മിക്കപ്പോഴും സേമിയ പായസം തന്നെയായിട്ട് ഉണ്ടാക്കാറ്. കാരണം അതാകുമ്പോൾ എളുപ്പമാണല്ലോ, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഈ ശർക്കര പായസമൊക്കെയാണെങ്കിൽ പിന്നെ നമ്മുടെ പാല് പിഴിയണം, അതൊക്കെ ഭയങ്കര ചടങ്ങാണല്ലോ. അതുകൊണ്ട് ഇവിടെ മിക്കപ്പോഴും സേമിയ പായസം കേട്ടോ. ഓണം ആയാലും വിഷു ആയാലും എപ്പോഴും ഇവിടെ സേമിയ പായസം തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ പായസവും നമ്മുടെ പഴവും പപ്പടവും അതെല്ലാം കൂടെ കൂട്ടി വീണ്ടും ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ശർക്കര പായസം കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റും സേമിയ പായസത്തിൽ വേറൊരു ടേസ്റ്റും ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മുടെ ശർക്കര വരട്ടിയും ചിപ്സും കൂടെ ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാം ബാക്കി വയ്ക്കാൻ പാടില്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ അതും ബാക്കി കഴിച്ചു. അങ്ങനെ എല്ലാം കഴിച്ച് അവസാനിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, അപ്പോൾ ഈ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കൊല്ലത്തെ ഓണം തീർന്നുവല്ലോ. അപ്പം ഇനി ഒരു മയക്കം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.